മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 11/7/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഭരണിയാണ് നക്ഷത്രം. ഭരണി 1-ാം പാദം. കുംഭ ലഗ്നം. 2-0-3 ചന്ദ്രൻ രാഹു. 4 മാളവ്യ യോഗം ചെയ്ത് ശുക്രൻ ഗുളികൻ. 5 സൂര്യൻ കുജൻ. 6 ബുധൻ. 7-8 ഭാവങ്ങൾ ശൂന്യം. 9 ശനി കേതു. 10-0-11-0 12 ഗുരു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നാൽ 3 ചന്ദ്രൻ രാഹു, ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി, അതുപോലെ തന്നെ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ 7ാമത്തെ ദൃഷ്ടി. മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ, ചിന്തകളെ എല്ലായ്പ്പോഴും ലൈഫ് ലോങ് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അബദ്ധങ്ങൾ പറ്റുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം ഒട്ടും കൊടുക്കാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചില ഘട്ടങ്ങളിലൊക്കെ ഒരു ആത്മവിശ്വാസക്കുറവ്, ചെയ്യുന്ന കാര്യത്തിലൊരു തൃപ്തിയില്ല, അതല്ല എങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, അതല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമില്ലായ്മ സഹജമായിട്ട് പ്രകടമാകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹസ്ഥിതിയാണത്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം പോകാനായിട്ട്. അനാവശ്യ ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ ചിന്തകളെ വഴി മാറ്റി കൊണ്ടുപോകാനുള്ള ട്രെയിനിങ് സ്വയം തന്നെ എടുക്കണം. അതേപോലെ അത് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രൻ രാഹു, ചന്ദ്രൻ കേതു, ചന്ദ്രൻ ശനി അല്ലെങ്കിൽ ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻസൊക്കെ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല എന്ന്. ഇദ്ദേഹത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമേ ഉള്ളൂ. കാരണം ലഗ്നാൽ 5 ശക്തന്മാരുടെ ശക്തരായിട്ടുള്ള 2 ഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് സൂര്യൻ, ഒന്ന് കുജൻ. അപ്പോൾ ഇത് രണ്ടും ഏത് പ്രതിസന്ധി വന്നാൽ തന്നെയും അത് വർഗോത്തമം ചെയ്തു നിൽക്കുന്ന കുജനുമാണ്. മുന്നോട്ട് എന്ന് പറയുന്ന ഒരു ചിന്ത അധികരിച്ചു നിൽക്കും. അതിന് റിസൾട്ടും ഉണ്ടാവും. 10ാം ഭാവാധിപൻ കൂടാണ്. എന്നാൽ തന്നെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു ശ്രദ്ധ കൈക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 4 മാളവ്യ യോഗം ചെയ്ത് ശുക്രനെ കൊണ്ടുള്ള യോഗം മാളവ്യ യോഗം. അത് കുജനാണെങ്കിൽ രുചകയോഗം, ബുധനാണെങ്കിൽ ഭദ്രയോഗം, ശനിയാണെങ്കിൽ ശശമഹായോഗം, ഗുരുവാണെങ്കിൽ അത് ഹംസമഹായോഗം. ഇതാണ് പഞ്ചമഹായോഗങ്ങൾ. അപ്പോൾ അതിൽ മാളവ്യ യോഗം എന്ന് പറയുന്ന ശുക്രനെ കൊണ്ടുള്ള യോഗം തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളത്. പക്ഷേ ഗുളികൻ അവിടെ ഉണ്ട്. നോർമൽ കേസിൽ മാളവ്യ യോഗം ചെയ്ത് നിൽക്കുന്ന ശുക്രനോടൊത്ത് ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ആ ശുക്രനെ കൊണ്ട് തന്നെ ഒരു ഗുണമില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ അത് നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 1, 2, 3, 4, 5 5ാം ദൃഷ്ടിയിലാണ്. അങ്ങനെയുള്ളപ്പോൾ വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി വഴി ഗുളികൻ്റെ നെഗറ്റീവ്സിന് ഒരു പരിധിയിൽ കൂടുതൽ തടയിടുകയും അതിനനുസരിച്ച് ഗുണം ശുക്രന് കിട്ടുകയും ചെയ്യും. പ്രസ്തുത ശുക്രൻ 1, 2, 3, 4, 5, 6, 7 ശുക്രനാൽ 7 എന്ന് പറയുമ്പോൾ ലഗ്നാൽ 10 വരും. തൊഴിൽ സ്ഥാനം വളരെ നല്ലതാണ്. ധാരാളം പണം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ധനപരമായിട്ടൊക്കെ തൊഴിൽ മേഖലയിൽ നിന്ന് ലഭിക്കുന്നതിനും ഒക്കെ വളരെ നന്നായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണത്. എന്നാൽ തന്നെയും ഗുളികൻ നിൽക്കുന്നത് കൊണ്ട് ഒരു ശ്രദ്ധ, 4ാം ഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന സമയത്തൊരു പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ഭയപ്പെടേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലായിരുന്നെങ്കിൽ ഭയപ്പെടേണ്ടത് തന്നെയായിരുന്നു. ആ ശുക്രനെ കംപ്ലീറ്റ്ലി ടോക്സിക് ആക്കുകയും ചെയ്യും. അതിനെക്കൊണ്ട് ഗുണം തരികയുമില്ല, മാത്രവുമല്ല ദോഷം തരികയും ചെയ്യും. ഇതാണ് ശുക്രൻ ഗുളികൻ നോർമൽ കേസിൽ നിന്ന് കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നതോടുകൂടി നീചനാണ് വ്യാഴം, 12ലാണ് എന്നിരുന്നാൽ കൂടെ അതിൻ്റെ ഗുണം ലഭിക്കും. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഭാവിയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ 5 സൂര്യനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് വർഗോത്തമം ചെയ്യുന്ന കുജനുമാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ വഴിയോ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കോ ഒക്കെയുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അത് ചുമ്മാ അങ്ങ് നമ്മളിലേക്ക് എത്തും എന്നല്ല അർത്ഥം. അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ
അത്തരം പ്രവർത്തനങ്ങൾക്കും പറ്റിയ ഒരു അവസ്ഥ ഗ്രഹനിലയിലുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ 10ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ എന്ന് വെച്ചാൽ കുജൻ നിൽക്കുന്ന രാശി മിഥുനം, അതിൻ്റെ അധിപൻ ബുധൻ, അവിടേക്ക് വ്യാഴത്തിൻ്റെ 7ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അത് കർക്കിടകത്തിലെത്തുമ്പോൾ ഉച്ചദൃഷ്ടിയാണ്, നവാംശത്തിലും വ്യാഴത്തിൻ്റെ സ്ഥാനം. അങ്ങനെ തന്നെയാണ്, വളരെ വളരെ നല്ലതാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃഗുണം ഇത്തരക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതെടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. സൂര്യൻ കുജൻ കോമ്പിനേഷനൊക്കെ പ്രത്യേകിച്ചും നിൽക്കുന്ന രാശിയുടെ അധിപനെ വ്യാഴം വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നേതൃഗുണം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ലൈഫിനെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോഴും എല്ലാത്തിൻ്റെയും പ്രിലിമിനറി ക്യാൻവാസ് എന്ന് പറയുന്നത് മനസ്സാണ് ഏതൊരാൾക്കും. അത് രാഹുവിനോടൊത്താണ്. ശനിയുടെ ദൃഷ്ടിയുണ്ട്, ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ചിന്തകളെല്ലാം ശരിയാണ് എന്ന് ഉറപ്പിക്കുക, സധൈര്യം മുന്നോട്ട് പോവുക, അനാവശ്യമായിട്ടുള്ള ചിന്തകളെ ഒഴിവാക്കുക, നെഗറ്റീവായിട്ടുള്ള ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്ന ചിന്തകളെ എത്രയും വേഗത്തിൽ മാറ്റുന്നുവോ അത്രയും നല്ലത്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് ശനി ഉച്ചനായിട്ട് നിൽക്കുന്നു. നല്ലതാണ്. ഭാഗ്യാനുഭവങ്ങൾക്ക് ശനി മന്ദൻ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഒരല്പം ഡിലേ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാലും അവിടെ ഭയപ്പെടേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല. നല്ലത് തന്നെയാണത്. പക്ഷേ രാഹു ചന്ദ്രൻ ദൃഷ്ടി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് അവിടുത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത്. ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. ലഗ്നാധിപനാണ്, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്, ഉച്ചനാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു ഓവർ പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് കേതു രാഹു ഒരു കണക്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ. ഭാഗ്യാനുഭവങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തർക്കമോ തടസ്സമോ കാലതാമസമോ ഉണ്ടായാൽ തന്നെയും അവിടെ സധൈര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ സാധ്യത എന്നും ഒരർത്ഥം അതിനുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഭരണിയാണ് നക്ഷത്രം. ശുക്രദശയിൽ ജനിച്ചു. 2004 വരെ ശുക്രൻ, അതിനുശേഷം സൂര്യൻ 2010 വരെ, അതിനുശേഷം ചന്ദ്രൻ 2020 വരെ, അതിനുശേഷം കുജൻ അഥവാ ചൊവ്വ 2027 വരെ, അതിനുശേഷം രാഹു 2045 വരെ, ശേഷം ഗുരു, ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചൊവ്വയിൽ ശുക്രനാണ് 20/11/2025 തൊട്ട് 20/1/2027 വരെ. ചൊവ്വയിൽ ശുക്രൻ 10ാം ഭാവാധിപത്യം വഹിച്ച് സൂര്യനോടൊത്ത് നിൽക്കുന്ന കുജൻ, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ശുക്രൻ. അവിടെ ഗുളികനുണ്ട്, എന്നിരുന്നാൽ തന്നെയും വ്യാഴ ദൃഷ്ടി ഗുളികൻ്റെ ദോഷത്തെ ശമിപ്പിക്കും. നല്ലതാണ്. എന്നാൽ തന്നെയും ഗുളികൻ അവിടെ ഉള്ളത് കൊണ്ട് നമ്മളൊരു ശ്രദ്ധയും കൂടെ കൊടുത്ത് പോവുക. എടുക്കുന്ന തീരുമാനങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പുനർവിചിന്തനം കൂടെ ശരിയാണ് എന്നൊന്ന് ഉറപ്പിച്ച ശേഷം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഗുണം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നേട്ടം ലാഭമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ രാഹുവിനെക്കുറിച്ച് പറയാനായിട്ട് വന്നു. 2027 ശേഷം രാഹുവാണ്. അപ്പോൾ ഈ രാഹു സ്വാപഹാരം, അതേപോലെ തന്നെ രാഹുവിൽ ശനിയുടെ അപഹാരം പോലെയുള്ള കാലങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ തീർച്ചയായിട്ടും കൊടുത്ത് പോവുക. രാഹു പൊതുവേ അബദ്ധ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അല്ലെങ്കിൽ എടുപ്പിക്കുന്നതിൽ അഗ്രഗണ്യനാണ്. അങ്ങനെയുള്ളപ്പോൾ തീരുമാനങ്ങളൊന്ന് സ്ലോ ചെയ്ത് എടുക്കുക. ഒരു സ്ലോ പ്രോസസ്സിൽ പ്രധാന തീരുമാനങ്ങളെ എടുക്കുക. അതിൽ രാഹു പ്രധാനമാണ്. നമ്മളെക്കൊണ്ട് ചാടി ഇറങ്ങിക്കും, ഏറിയ പങ്കോത് അബദ്ധമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയായി തന്നെ വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗുണങ്ങളുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.